നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. ഇതിനെ നമ്മൾ ലൂപ്പിംഗ് എന്നും പറയും. ഇപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്കാണത്, ലൂപ്പിംഗ് ഇൻ C++. നമ്മൾ അൽഗോരിതം പഠിച്ചപ്പോൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഏതായാലും അതൊന്നുകൂടി ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഏകദേശം മനസ്സിലായി കാണും. നിങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് C++ൽ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇപ്പം നമ്മുടെ സ്വിച്ചിലാണെങ്കിലും ഇഫിലാണെങ്കിലും ഒക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യുന്നു. ചില പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരേ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് C++ലെ നല്ല പ്രോഗ്രാമിങ്ങിലെ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഐറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയുന്നു. സോ ഇതിൻ്റെ അർത്ഥം റെപ്പറ്റീഷൻ എന്നാണ്. അതായത് മൾട്ടിപ്പിൾ, പല പ്രാവശ്യം ചെയ്യുന്നു, റെപ്പറ്റീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ വാക്ക് നിങ്ങൾ ഓർത്തോണം, ഐറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ്. ദ സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സിക്യൂട്ടഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഇതിന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാം. എന്താണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നമ്പേഴ്സ് ദാറ്റ് മീൻസ് 1 to 100, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പോൾ എന്ത് ഡിസ്പ്ലേ ചെയ്യണം? 1 2 3 4 എക്സെട്ര, അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് പഠിച്ചത്? Cout ആണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടായിരിക്കും, Cout. എന്നിട്ട് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിൽ 1 എന്ന് കൊടുത്താൽ 1 ഡിസ്പ്ലേ ആവും, നമുക്കറിയാം. 2 എന്ന് കൊടുത്താൽ, ഡബിൾ കോട്ട്സിൽ 2 എന്ന് കൊടുത്താൽ 2 ഡിസ്പ്ലേ ആവും. ഇനി I എന്ന് കൊടുത്താൽ എന്താണ് ഡിസ്പ്ലേ ആവുന്നത്? Cout I എന്ന് കോഡ്സിന് വെളിയിൽ കൊടുത്താൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അറിയാം. നമുക്ക് ആ ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഉള്ളവർക്ക് മനസ്സിലാകും. Cout I എന്ന് കൊടുത്താൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഐയുടെ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ഐയിൽ 1 ആണ് കിടക്കുന്നതെങ്കിൽ 1 എന്ന് ഡിസ്പ്ലേ ചെയ്യും, ഐയിൽ 2 ആണെങ്കിൽ 2 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പം Cout I എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് 1 എന്നോ 2 എന്നോ എത്ര ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യാം. ഇനി ഞാൻ പറയുകയാണ്, Cout I ആണ് സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ ഐയുടെ വാല്യൂസ് 1 മുതൽ 100 വരെ വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങനെ മാറുന്നത് എന്ന് ചോദിച്ചാൽ, ഐക്ക് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കും ഐക്ക്. അപ്പോൾ ആ വാല്യൂവിനെ നമ്മൾ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയും, അതായത് ആദ്യം കൊടുക്കുന്ന വാല്യൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഐയുടെ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയും. ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂവിനെ ഒന്ന് കൂട്ടുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ എന്തായി? 2i. പിന്നെ ഐയുടെ വാല്യൂവിനെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ എന്തായി? 3i. അങ്ങനെ ഐയുടെ വാല്യൂവിനെ വേരി ചെയ്യിച്ച് 1 മുതൽ 100 വരെ നമ്മൾ വരുത്തുന്നു. എന്നിട്ട് ഓരോ പ്രാവശ്യവും ഈ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാവശ്യവും ഐയുടെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരുന്നു, അപ്പം 1 ഡിസ്പ്ലേ ചെയ്തു. പിന്നെ ഐയുടെ വാല്യൂ 2 ആയി, 2 ഡിസ്പ്ലേ ചെയ്തു. 3 ആയി, 3 ഡിസ്പ്ലേ ചെയ്തു. ലൈക്ക് ദാറ്റ് ഐയുടെ വാല്യൂ എന്തുവരെ വരും? 100 വരെ വരും. അപ്പോൾ ഓരോ വാല്യൂസും എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ ചെയ്യുന്നു. Cout 1 2 3 4 എക്സെട്ര, ഇങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, Cout I എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓരോ പ്രാവശ്യം എഴുതുന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ ഒരു ലൂപ്പിനകത്തിട്ടിട്ട് ഐയുടെ വാല്യൂവിനെ വേരി ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നുണ്ട്? ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ നമ്മൾ എഴുതുന്നുള്ളൂ. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? Cout I. പക്ഷേ ഐയുടെ വാല്യൂ എന്താണ്? 1 to 100. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ പല പ്രാവശ്യം ഒരേ സ്റ്റേറ്റ്മെൻറ്റിനെ പല വാല്യൂസിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുന്നു. ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ലൂപ്പ്. കുറേ എക്സാമ്പിൾസ് നമുക്ക്
എന്താണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടറിന് ഒരു ജോലി എത്ര പ്രാവശ്യം ചെയ്യണമെങ്കിലും യാതൊരു മടുപ്പുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ മടുപ്പില്ലാതെ കമ്പ്യൂട്ടർ ഇങ്ങനെ ഒരു കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അത് എഴുതാൻ, പക്ഷേ നമുക്ക് എഴുതാൻ ഇപ്പോഴും മടിയാണ്, നമുക്ക് മടിയുള്ളവരാണ്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു പ്രാവശ്യം നമ്മൾ എഴുതുകയും പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണം. അത് നമുക്ക് ചെയ്തു തരുന്ന ആരാണ്? ഐറ്ററേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോഗ്രാമിംഗ്. നോട്ട് ഇൻ C++ൽ മാത്രമല്ല, എല്ലാ ലാംഗ്വേജിലും ഒരു പ്രോഗ്രാമിംഗ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഐറ്ററേഷനുണ്ട്, ലൂപ്പിംഗ് ഉണ്ട്. സോ ഇതെല്ലാം കൺസെപ്റ്റൊക്കെ സെയിം ആണ്. നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. സെയിം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട്സ് മോർ ദാൻ വൺസ്, പല പ്രാവശ്യം ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണണം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, വിശദമായിട്ട് നമുക്ക് അത് നോക്കാം. സോ iteration statements or loops in C++. So first of all, let's see what is a loop. A loop is the repeated execution of the same set of statements are known as a loop. Repeated execution, that means repeated execution of the same set of statements. അതായത് ഒരേ സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു? പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. റിപ്പീറ്റഡ് എക്സിക്യൂഷൻ. The statements in the loop are executing continuously. ലൂപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര പ്രാവശ്യം ചെയ്യുമെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നതെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ശരിയാവത്തില്ല. നമുക്ക് ആ ലൂപ്പിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. സോ എങ്ങനെയാണ് നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്നത്? എന്ന് ചോദിച്ചാൽ ദ ലൂപ്പ് ഈസ് കൺട്രോൾഡ് ബൈ എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. സോ നമ്മൾ പുതിയൊരു വേരിയബിളിനെ അവിടെ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ പേര്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. എന്താണ് ആ വേരിയബിൾ ചെയ്യുന്നത്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഡിസൈഡ്സ് ഹൗ മെനി ടൈംസ് ദ ലൂപ്പ് ഷുഡ് എക്സിക്യൂട്ട്. ഈ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ പറ്റി നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ലൂപ്പ് വേരിയബിൾ. നമ്മൾ സാധാരണ അതിനെ എന്ത് വിളിക്കും? ലൂപ്പ് വേരിയബിൾ എന്ന് വിളിക്കും. ഈസ് യൂസ് ടു ബിഗിൻ ആൻഡ് എൻഡ് എ ലൂപ്പ്. സോ എന്ത് ഉപയോഗിക്കുന്നു? ബിഗിൻ ആൻഡ് എൻഡ് എ ലൂപ്പ്. അപ്പം ലൂപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റിയാലെന്ന് പറഞ്ഞു, എവിടെയെങ്കിലും വെച്ചതിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോൾ എൻഡ് ചെയ്യണം എന്ന് പറയുന്നത് ആരാണ്? ലൂപ്പ് വേരിയബിൾ അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. സോ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ പറ്റി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനീഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഹൗ ടു ഇനീഷ്യലൈസ് എ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഓർ വാട്ട് യു മീൻ ബൈ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന വാക്ക് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ് അർത്ഥം. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ തുടങ്ങുന്നതാണ് ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇനീഷ്യലൈസേഷൻ ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. അതായത് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ വാല്യൂ 1 മുതൽ 100 വരെ. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും? 1. എൻഡ് വാല്യൂ എന്തായിരിക്കും? 100. എൻഡ് വാല്യൂവിനെ നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നില്ല. ബട്ട് ഇനീഷ്യൽ വാല്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനീഷ്യൽ വാല്യൂ, that means the first value given to a loop control variable. First value given to a loop control variable is known as initial value. A loop starts its execution with this value. Start its execution, അതായത് ലൂപ്പ് തുടങ്ങുന്ന എവിടെ വെച്ചിട്ടാണ്? ഈ ഇനീഷ്യൽ വാല്യൂ വെച്ചിട്ടാണ്. Usually given when the variable is created. നമ്മൾ വേരിയബിൾ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചോന്ന് എനിക്കറിയില്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് വേരിയബിൾ ഡിക്ലറേഷൻ. സാധാരണഗതി നമ്മൾ എവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മുടെ മെയിനിന് തൊട്ട് താഴെ. ദാറ്റ് മീൻസ് പ്രോഗ്രാമിലെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യും.
എങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്? പ്രോഗ്രാം എഴുതിയവർക്കറിയാം. ഇൻറ്റ് സ്പേസ് എ സെമിക്കോളൻ, ഇൻറ്റ് സ്പേസ് ബി സെമിക്കോളൻ, അല്ലെങ്കിൽ ഇൻറ്റ് എ കൊമ ബി സെമിക്കോളൻ എക്സെട്ര. ദീസ് ആർ നോൺ ആസ് variable declaration statements. The initialization can be done when the variable is created itself. So how can we give? Int a equal to 1, int a equal to 10 semicolon. അപ്പോൾ a എന്നെഴുതി സെമിക്കോളൻ ഇടാതെ int a equal to ഒരു ഈക്വൽ ടു കൊടുത്തിട്ട് അതിനൊരു വാല്യൂ കൂടെ കൊടുത്ത് അസൈൻ ചെയ്ത് തുടങ്ങുക. So first value given to a loop control variable is the initial value. It is given at the time of declaring a variable. So നമ്മുടെ അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഇനീഷ്യൽ വാല്യൂ കൊടുത്തു, ലൂപ്പ് എക്സിക്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്ഡേറ്റിംഗ് ഓഫ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. അപ്ഡേറ്റിംഗ്. സോ വാട്ട് യു മീൻ ബൈ അപ്ഡേറ്റിംഗ്? അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയാറുണ്ട്, നമ്മൾ വാർത്തകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം നടന്നാലും ലൈവായിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ അറിയാറുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം നമ്മുടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ ആ ന്യൂസ് അറിയുന്നത് പിറ്റേ ദിവസം ന്യൂസ് പേപ്പർ വരുമ്പോഴായിരുന്നു. സോ അവരുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ ആ ഒരു 7 മണി ആ സമയമാണ് ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഇവർക്കിത് അറിയാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കാലത്ത്, നിങ്ങളുടെയൊക്കെ കാലത്ത് ഇപ്പോൾ എങ്ങനെയാണ്? എന്ത് കാര്യം എവിടെ നടന്നാലും നിങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ അറിയുന്നുണ്ട് അല്ലേ? സോ അതിനെയാണ് നമ്മൾ അപ്ഡേറ്റിംഗ് ദ ന്യൂസ് എന്ന് പറയുന്നത്. അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. സോ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, പഴയതല്ല, മാറി 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 വരുന്നുണ്ട്. ഇവിടെ ലൂപ്പിൻ്റെ കേസിൽ അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ കേസിൽ 2 types അപ്ഡേഷൻസ് ആണ് വരുന്നത്. The first one is incrementation and the second one is decrementation. So what do you mean by incrementation? അപ്ഡേറ്റിംഗ് എന്ന് പറയുക, അപ്ഡേറ്റിങ്ങിൻ്റെ സമയത്ത് ഇനീഷ്യൽ വാല്യൂ സപ്പോസ് 1 ആയിരുന്നു, അപ്ഡേറ്റിംഗ് കഴിഞ്ഞപ്പോൾ 2 ആയി. ആ വാല്യൂ അപ്ഡേഷൻ്റെ സമയത്ത് 2 ആകുന്നെങ്കിൽ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 1 എന്തായി? 2 ആയി. പിന്നെ അത് 3 ആകുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻക്രിമെൻറ്റേഷൻ. ഇനി ഇൻക്രിമെൻറ്റേഷൻ 1 2 3 ആണോ? അല്ല. ഇനീഷ്യൽ വാല്യൂ 1 ആയിരുന്നു, നെക്സ്റ്റ് വാല്യൂ എടുക്കുന്നത് 3 ആയിരിക്കാം, അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ എടുക്കുന്നത് 5 ആയിരിക്കും. ദാറ്റ് മീൻസ് അത് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി 1 3 5 7. ദാറ്റ് മീൻസ് ഓഡ് നമ്പേഴ്സ്. ചിലപ്പോൾ നമുക്ക് എടുക്കുന്നത് ഇനീഷ്യൽ വാല്യൂ 2 ആയിരുന്നു, 2 4 6 8 അങ്ങനെ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 5 10 15 25 എക്സെട്ര ലൈക്ക് അങ്ങനെയും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എനി കൈൻഡ് ഓഫ് അപ്ഡേഷൻ ക്യാൻ ബി ഡൺ, ബട്ട് there are 2 types. They are first incrementation, second decrementation. Okay, what do you mean by decrementation? നമ്മുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 100 ആയിരുന്നു, നമ്മൾ 100ൽ നിന്ന് താഴ്ത്ത് 99 98 97 എന്ന് പറഞ്ഞ് നമ്മൾ 1 വരെ വന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഡിക്രിമെൻറ്റേഷൻ. നമ്മുടെ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിയേ. ആദ്യത്തെ നമ്മുടെ എക്സാമ്പിൾ 1 to 100 ഡിസ്പ്ലേ ചെയ്യാനായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ 100 to 1 ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ, 100 99 98 97 ലൈക്ക് ദാറ്റ്. ആ സമയം നമുക്ക് ചെയ്യേണ്ടത് ഇൻക്രിമെൻറ്റേഷൻ ആണോ? അല്ല, ഡിക്രിമെൻറ്റേഷൻ. സോ 2 types ഓഫ് അപ്ഡേഷൻസ്, ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ലൂപ്പ് വേരിയബിൾ ചേഞ്ചസ് ഇറ്റ്സ് വാല്യൂ ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ ഓഫ് ദി ലൂപ്പ്. ഞാൻ പറഞ്ഞില്ലേ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്? ത്രൂ ഔട്ട് ദി എക്സിക്യൂഷൻ ഓഫ് ദി ലൂപ്പ്. ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ലൂപ്പ് വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനീഷ്യൽ വാല്യൂ വെച്ച് തുടങ്ങി, പിന്നെ വാല്യൂ കൂടുകയോ അല്ലെ കുറയുകയോ ചെയ്യും, ചെയ്ത് എവിടെ ഒരിടത്ത് അവസാനിപ്പിക്കും. ഓക്കെ, 2 types ഓഫ് ചേഞ്ചസ്, ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ. അപ്പോൾ അപ്ഡേഷൻ കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ടെസ്റ്റിംഗ് കണ്ടീഷൻ. സോ അതെന്താണെന്ന് നോക്കാം. എ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ്
to see whether the loop can finish its execution. നമ്മൾ പറഞ്ഞു ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ലൂപ്പ് വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ലൂപ്പ് വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യും, അതിനെ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി പറയാണ് കുറേ പരിപാടികളൊക്കെ നടന്നല്ലോ, ഇനീഷ്യലൈസേഷനും അപ്ഡേഷനും ഒക്കെ നടന്നു, ലൂപ്പ് എക്സിക്യൂഷനും നടന്നു. അപ്പോൾ പാവം ലൂപ്പിന് എപ്പോൾ നിൽക്കാൻ പറ്റും, ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ എപ്പോൾ ലൂപ്പിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും, അത് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു കണ്ടീഷനാണ്. സാധാരണഗതിയിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു റിലേഷണൽ ഓപ്പറേഷൻ ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പം ഒരു റിലേഷണൽ എക്സ്പ്രഷൻ ഉപയോഗിച്ച് എഴുതുന്ന ഒരു കണ്ടീഷനാണ് എന്ത് തീരുമാനിക്കുന്നത്? വെൻ ടു ഫിനിഷ് ദ ലൂപ്പ്, ലൂപ്പ് എന്നും എപ്പോൾ ഫിനിഷ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, ഈ കണ്ടീഷനിൽ ഓഫ് കോഴ്സ് എന്തുണ്ടായിരിക്കും? ലൂപ്പ് വേരിയബിൾ ഉണ്ടായിരിക്കും അല്ലേ? ലൂപ്പ് വേരിയബിളാണ് തീരുമാനിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ കണ്ടീഷനിൽ ആരുണ്ടായിരിക്കും? ലൂപ്പ് വേരിയബിൾ ഉണ്ടായിരിക്കും. സോ ഈ കണ്ടീഷൻ ഈസ് ചെക്ക് ടു സീ whether the loop can finish its execution. If the condition is true, സാധാരണഗതിയിൽ if the condition is true, condition true ആണെങ്കിൽ the loop will execute continuously, and when the condition becomes false, the loop finishes its execution. നമ്മൾ പഠിക്കുന്നത് രണ്ട് തരം ലൂപ്പുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലൂപ്പുകളിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ലൂപ്പുകളിൽ എപ്പോഴും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് വിൽ എക്സിക്യൂട്ട്, കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പ് ഫിനിഷസ്. ഫിനിഷസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ 1 മുതൽ നമ്മളോട് പറഞ്ഞ എന്താ 1 to 100 ഡിസ്പ്ലേ ചെയ്യാനാണ്. 101 ആയിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യേണ്ട, 101 എന്നുള്ള വാല്യൂ നമുക്ക് വേണ്ട, 100 വരെ മതി. അപ്പം നമ്മൾ എന്ത് പറയും? ലൂപ്പിനോട് സ്റ്റോപ്പ് ചെയ്തോളൂ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ടെസ്റ്റിംഗ് ദ കണ്ടീഷൻ. സോ എ കണ്ടീഷൻ ഈസ് ചെക്ക് to see whether the loop can finish its execution. And one more topic is there, types of loops. C++ two types of loops are there. They are known as entry controlled loop and exit controlled loop. Entry controlled loop and exit controlled loop. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. എൻട്രി കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ എൻട്രൻസിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അതായത് എന്താണ് ഈ എൻട്രൻസ് എന്ന് പറയുന്നത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കടക്കുന്ന ആ ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് എൻട്രൻസ്. അതായത് സപ്പോസ് നമുക്ക് 4, 5, 6 എന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു പ്രോഗ്രാമിൽ 4ാമത്തെ ലൈന്, 5ാമത്തെ ലൈന്, 6ാമത്തെ ലൈൻ, ഈ 3 ലൈനുമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ. ലൂപ്പിനകത്ത് കിടന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ ബിഗിനിങ് എവിടെ ആയിരിക്കും? 4th സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ വെച്ച് തന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എ കണ്ടീഷൻ ഈസ് ചെക്ക് ടു സീ വെദർ എ ലൂപ്പ് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ്. ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ആര് തീരുമാനിക്കും? കണ്ടീഷൻ തീരുമാനിക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഈസ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഹിയർ എ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് only after execution of the looping statements. അപ്പം 4, 5, 6 ആണ് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ 4, 5, 6 എന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആദ്യം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും. ചെയ്തിട്ട് 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ 7ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോ അവസാനം എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും വെദർ whether a condition, we can check the condition only after execution of the statements. ഈ statements execute ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം. സോ ഹിയർ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ ലൂപ്പ് എക്സിക്യൂട്ട്സ് അറ്റ്ലീസ്റ്റ് വൺസ്. ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. എന്താണ് നമ്മൾ ഉറപ്പിക്കുന്നത്? ലൂപ്പ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. മറ്റേ കേസിൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യമേ ചെയ്യത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഒരു കണ്ടീഷനും ചെക്ക് ഒരു പ്രാവശ്യമെങ്കിലും ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും.
Okay, so we can make sure that the loop execute at least once. ഒരു പ്രാവശ്യം ചെയ്തിരിക്കും. So here in C++, while loop and for loop are the examples of entry control loop and do while is the execution of exit control loop. രണ്ടും നമുക്ക് മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. C++ in 3 loops are there: while loop, for loop and do while loop. For loop and while loop are entry control loop, while do while is exit control loop. അടുത്തതായിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളത് how to execute these steps, how can we write programs using these loops. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. Okay, thank you.